താഴെ വെച്ച് കണ്ടുമുട്ടിയ അല്ല, കൂട്ടിമുട്ടിയവനല്ലേ ഈ ഇരിക്കുന്നത്. അവൾ ആകെ കിളി പറന്ന മട്ടിൽ അന്തം വിട്ട് നിന്ന് അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ ഇങ്ങനെയല്ലല്ലോ. അവൻ ക്ലീശയും നോട്ടവും ഭാവവും ഒക്കെ വേറെ ആയിരുന്നല്ലോ. ചെയറിൽ ഇരിക്കുന്നവന് താടിയുണ്ട്. എന്തായാലും 10 മിനിറ്റിൽ ഇത്രയും താടി ഇമ്പോസിബിൾ. ഒന്നും മനസ്സിലാകാതെ അവൾ നിന്നു. അവിടെ നിന്നും ഒരു ശബ്ദം മുഴങ്ങി. എക്സ്ക്യൂസ് മീ, വാട്ട് യു വാണ്ട്? സോറി സർ, ന്യൂ അപ്പോയിൻമെന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ്. യാ, കം ഇൻ മിസ് രേണുക, ടേക്ക് എ സീറ്റ്. CV ഞാൻ കണ്ടിരുന്നു. അവൾ അവൻ്റെ മുന്നിലായി ഇരുന്നു. നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച് അവൻ അവളെ നോക്കി. മിസ് രേണുക, മറ്റുള്ള ഓഫീസുകളെ പോലെയല്ല, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് അസിസ്റ്റന്റ് 2 പേരാണ് വേണ്ടത്. 2 പേര് എന്നൊരു ഐഡിയ വന്നത് ഒരുപാട് വർക്കുള്ളത് കൊണ്ടാണ്. ഏത് സമയവും വില്ലിങ് ആയിരിക്കണം. എൻ്റെ കൂടെ എപ്പോഴും ഒരു അസിസ്റ്റന്റ് ഉണ്ടാകണം. ഓക്കെ, സമ്മതമാണെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് തനിക്ക്. എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ, സമ്മതമാണ്. ഓക്കെ, യു മേ ഗോ നൗ. ദീപ്തി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയും. ദീപ്തിയാണ് നിലവിലെ എൻ്റെ ഒരു അസിസ്റ്റന്റ്. തലയാട്ടി സമ്മതം പറഞ്ഞ് എഴുന്നേൽക്കാൻ ആഞ്ഞതും ആരോ ഒരാൾ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. നേരത്തെ താഴെ വെച്ച് കണ്ട അതേ ആൾ. ദേവ് എന്ന പേര് ഞാൻ ഓർത്തു. ഞാൻ ആകെ പകച്ചിരുന്നു. വാട്ട് ഹാപ്പൻ ദേവ്? ഇതുവരെ നീ പോയില്ലേ? ഇല്ല, ഒരു കാര്യം പറയാൻ വന്നതാ. ഏട്ടത്തി മോർണിംഗ് കിസ് തന്നോ ഏട്ടന്? അവൻ ഒരു വല്ലാത്ത ചിരിയോടെ അവളെ നോക്കി. ആദിയുടെ നെറ്റി ചുളിഞ്ഞു. വാട്ട് ദ ഹെൽ ദേവ്, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? കസേരയിൽ ഇരുന്നവൻ ചാടി എഴുന്നേറ്റു. സർവ്വനാടികളും തകർന്നു. രേണുക അവനെ നോക്കി. ഏട്ടൻ അറിഞ്ഞില്ലേ? ഏട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചല്ലോ 10 മിനിറ്റ് മുമ്പ്. ആദ്യേട്ടൻ്റെ കേരളത്തിലെ നമ്പർ 1 ബിസിനസ്മായ ദി വൺ ആൻഡ് ഓൺലി ആദിശേഷൻ്റെ മാരേജ് ഉറപ്പിച്ചു. വൈഫ് ആകാൻ പോകുന്നവർ ദാ ഈ ഇരിക്കുന്ന ആളാണ്. ആദിയുടെ അടുത്തേക്ക് ചെന്ന് ദേവ് എന്തോ സ്വകാര്യം പറഞ്ഞു. പിന്നെ പുറത്തേക്ക് നടന്നു. പോകുന്നതിനിടയിൽ രേണുകയെ നോക്കി ഒന്ന് കണ്ണു ചിമ്മാനും അവൻ മറന്നില്ല. ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ അവൾക്ക് നേരെ തിരിഞ്ഞു ആദി. അന്താളിപ്പോടെ കസേരയിൽ ഇരിക്കുന്ന രേണുകയെ അടുത്തേക്ക് പാഞ്ഞു വന്നവൻ ഒരു കയ്യാൽ അവളെ പിടിച്ചുയർത്തി. നീ ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? നീ ഇവിടെ വന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? രേണുക അവനെ ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നോക്കി. അവളുടെ ഇടുപ്പിൽ കൈ കൊണ്ട് ചേർത്ത് വലിച്ചവൻ അവളെ തന്നോട് ചേർത്തു നിർത്തി. സ്വബോധത്തിൽ വന്ന് പകച്ചു കുതിർന്നവളെ അവൻ വീണ്ടും തന്നിലേക്ക് അമർത്തി. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവനും നിനക്കും ഞാൻ ഒരു സർപ്രൈസ് തരുന്നുണ്ട്. അവന്റെ പിടി എങ്ങനെയോ വിടുവിച്ച് മാറി നിന്നവൾ കിതച്ച്. കിതപ്പ് ഒന്നടങ്ങിയപ്പോൾ അവൾ അവനോട് ചോദിച്ചു, സർ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പുറകിൽ ആരുണ്ടെന്ന്? ഡി, എന്റെ മുന്നിൽ നീ അഭിനയിക്കല്ലേ. ഇതിനേക്കാൾ നന്നായി എനിക്ക് അഭിനയിക്കാൻ അറിയാം. അവൾ പുച്ഛത്തിൽ ചിറി കൂട്ടി. ഓ, സാർ അപ്പോൾ നാടക നടനായിരിക്കും. അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. പുറകിലോട്ട് അവളും. അവളുടെ തൊട്ടടുത്തായി വന്നു നിന്നവൻ. സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്ന് പറഞ്ഞാൽ മതി. ഇത്രയും അടുത്തേക്ക് വരേണ്ട. അവൻ ചെറുതായി പുഞ്ചിരിച്ചു. എൻ്റെ വുഡ്ബി അല്ലേ നീ? ഞാൻ അടുത്തേക്ക് വന്ന എന്താ പ്രശ്നം? മോർണിംഗ് കിസ് വേണമെന്നല്ലേ നിനക്കിപ്പോ? ഞാൻ തരുന്നുണ്ട്. ഒരു കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തിൽ അവൻ അവളെ ഉയർത്തിയെടുത്തു. അതേപടി അവളെ ചുമരിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി അവനും ചേർന്നു നിന്നു. അവളുടെ മാറിടങ്ങൾ അവൻ്റെ മുഖത്തായി. ശ്വാസം അകത്തേക്ക് വലിച്ചവൾ കൂനിക്കൂടി. ഹൃദയമെടുപ്പ് കൂടുന്നുണ്ട്. അനുവാദമില്ലാതെ ആരെങ്കിലും ദേഹത്ത് തൊട്ട് സാധാരണയായി പ്രതികരിക്കുന്ന താനാണ് ഇപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. അവൾ സർവശക്തിയും എടുത്ത് കുതറി. മുഖത്ത് അല തല്ലുന്ന അവളുടെ മൃദുലത അറിഞ്ഞവൻ അവളെ കൂട്ടിപ്പിടിച്ച് താഴേക്ക് നിർത്തി. അവൻ്റെ അതരങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്നവൾ മനസ്സിലാക്കും മുമ്പേ അവളുടെ അതരങ്ങളിൽ കുരുത്തു. വിരൽ ഞൊടിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നവൾ കൈ കെട്ടി നിന്ന് കുറച്ചു മാറി അവളെ തന്നെ നോക്കുന്ന ആദി. അയ്യേ, ഞാനിപ്പോൾ ഉണർന്നിരുന്ന് സ്വപ്നം കാണാനും തുടങ്ങിയോ? നേരത്തെ കണ്ട സ്വപ്നത്തിൽ
അവളുടെ ദേഹം മുഴുവൻ രോമാഞ്ചം തോന്നിപ്പിച്ചു. ഇയാൾ എന്താണ് കണ്ണടച്ചു നിന്നും പിറുപിറുക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് നിന്നും ഉമ്മ വാങ്ങാനാണോ? ആകെ നാണം കെട്ട് തുലിയിരിഞ്ഞു പോകുന്ന പോലെ തോന്നി അവൾക്ക്. ഈ മെയിലുകൾ സ്വപ്നം കണ്ടു തീർന്നെങ്കിൽ അയക്കൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഓക്കെ? ശരി സർ. അവൻ്റെ റൂമിൽ നിന്നും അവൾ ഓടുന്നത് പോലെ വെളിയിൽ ചാടി. 2 നിമിഷം കിതച്ചു നിന്നവൾ. എന്തൊക്കെയെന്ന് താനീ ചിന്തിച്ചു കൂട്ടിയേ? ആകെ നാണം കിട്ടും ആ രാക്ഷസന് മുന്നിൽ. സ്വന്തം ക്യാബിനിൽ അവൾ ചെന്നു. മെയിലുകൾ അയച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും അവിടെ ഒട്ടാകെ നല്ലൊരു സുഗന്ധം നിറഞ്ഞു. ഒപ്പം ഐ ഹീൽ ചെരുപ്പിന്റെ ശബ്ദവും. രേണുക തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അതിസുന്ദരിയായ നല്ല ഉയരത്തിലുള്ള ഒരു പെണ്ണ്. ചുമലുകൾ മറച്ചു കിടക്കുന്ന അലകൾ പോലെ മുടിയിഴകൾ. അതിൽ അങ്ങിങ്ങായി കാണുന്ന ബ്രൗൺ കളർ ചെയ്തിട്ടുണ്ട്. നീണ്ട വിടർന്ന കണ്ണുകളിൽ കടുപ്പിച്ച് കാജൽ വരച്ചിരിക്കുന്നു. ഷേപ്പൊത്ത ചുണ്ടുകളിൽ കടുത്ത ചുവപ്പ് ചായം തേച്ചിട്ടുണ്ട്. മോഡലുകളെ പോലെ ഒതുങ്ങിയ വടിവൊത്ത ശരീരം. നേർത്ത ഷിഫോൺ സാരിയിലും സ്ലീവ്ലെസ് ബ്ലൗസിലും അവളുടെ സൗന്ദര്യം ജ്വലിച്ചു നിന്നു. വായും തുറന്ന് രേണുക ആദ്യമോടി അവളെ നോക്കി. രേണുകയുടെ നോട്ടം കണ്ട് അവൾ ചിരിച്ചു. ഹായ്, ഞാൻ ദീപ്തി. ആദി സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. പുതിയ ആളല്ലേ? വരൂ. മായിക വലയത്തിൽ പെട്ടതുപോലെ അവളുടെ പിന്നാലെ രേണുക നടന്നു. കഫ്റ്റേരിയയിൽ ചെന്ന് 2 കോഫി പറഞ്ഞു ദീപ്തി. പിന്നെ രേണുവിനെ ആകെ മൊത്തം നോക്കി അവൾ. കുർത്തിയും ജീനും ധരിച്ച ഒരു സാധാരണ പെണ്ണ്. ചെറിയൊരു മേക്കപ്പ് മുഖത്ത് അല്ലാതെ വേറൊന്നുമില്ല. പൊക്കം കുറഞ്ഞ തടിച്ച പ്രകൃതം. അവളിൽ എടുത്തു പറയത്തക്ക യാതൊരു പ്രത്യേകതയും ദീപ്തി കണ്ടില്ല. ഞാൻ രാവിലെ ഇത്രയ്ക്ക് ഇവൾക്ക് വേണ്ടിയാണോ അണിഞ്ഞൊരുങ്ങി വന്നത്? എനിക്കൊരു എതിരാളിയേ അല്ല ഇവൾ. രേണുക, കുറച്ച് അധികം റെസ്ട്രിക്ഷൻസ് ആദി സാറിനുണ്ട്. എൻ്റെ ഒപ്പം നിന്നോളൂ, എല്ലാം ഒന്ന് പരിചയപ്പെടുന്നത് വരെ. അവൾ തലയാട്ടി. 1 വർഷം ആയതേ ഉള്ളൂ ആദി സാർ 2 അസിസ്റ്റന്റ് എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ട്. ഈ പൊസിഷനിൽ 6 പേര് ഇപ്പോൾ തന്നെ തനിക്ക് മുമ്പേ വന്നതാണ്. 1-2 മാസമൊക്കെയാണ് അവരൊക്കെ ഇവിടെ നിന്നത്. സർവൈവൽ പീരീഡ് കുറവാണ് എല്ലാ പേർക്കും. 3 വർഷമായി ഞാൻ ഇവിടെ ഉണ്ട്. എല്ലാത്തിനോടും ഏകദേശമൊക്കെ പൊരുത്തപ്പെട്ടു. ഇയാളെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ബി കെയർഫുൾ ആദി സർ, ഹീസ് എ റിയലി എ ഡേഞ്ചർ മാൻ. രേണുകയ്ക്ക് പേടിയായി. 6 പേരൊക്കെ ജോലി കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ അതും 1 വർഷത്തിനുള്ളിൽ. ഇയാളെന്താ വല്ല രാക്ഷസനുമാണോ? മെയിൽസൊക്കെ അയച്ചു രേണുക ദീപ്തിയുടെ പുറകെ നടന്നു, ഓരോന്ന് പഠിക്കാൻ വേണ്ടി. അവൾ ഓരോന്ന് ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടു പഠിക്കാൻ തുടങ്ങി. മീറ്റിംഗ് ഉച്ചയ്ക്ക് ശേഷം അറേഞ്ച് ചെയ്യാനുണ്ട്. രേണുക എങ്ങനെയാണെന്നും അത് ചെയ്യുന്നത് എന്ന് നോക്കി. പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിന്റെ പിന്നാലെയാണ് ഇപ്പോൾ RB ഗ്രൂപ്പ്. ദീപ്തി അതിനെപ്പറ്റി രേണുവിന് ചെറിയൊരു ബ്രീഫ് കൊടുത്തു. സർക്കാർ KTDCയുടെ കീഴിൽ ഒരു പുതിയൊരു ഹോട്ടൽ തുടങ്ങാൻ പദ്ധതിയുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ ഗ്രൂപ്പിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. എല്ലാ ഗ്രൂപ്പിനും അതിൻ്റെ ഭാഗമായുള്ള പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അന്ന് പ്രൊജക്റ്റ് തയ്യാറാക്കി കൊണ്ടു ചെല്ലണം. സർക്കാർ സെലക്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ഗ്രൂപ്പിന് ഹോട്ടൽ തുടങ്ങാനുള്ള മുഴുവൻ ഉത്തരവാദിത്തം ലഭിക്കും. മിക്ക ഗ്രൂപ്പുകളും സർക്കാരായി ചേർന്നുള്ള സംരംഭമായതുകൊണ്ട് ഇതിൻ്റെ പുറകെയാണ്. അതിൽ RB ഗ്രൂപ്പിന് തങ്ങളുടെ ബെസ്റ്റ് പ്രൊജക്റ്റ് കാണിക്കണം. മീറ്റിംഗ് അതിനായുള്ളതാണ്. ഫയൽസ് വയ്ക്കാനും സീറ്റ് അറേഞ്ച് ചെയ്യാനും ഒക്കെ പറഞ്ഞ് ദീപ്തി രേണുകയോട് പറഞ്ഞു വെളിയിലേക്ക് ഇറങ്ങി. അവൾ ഓരോന്നായി ഹാഫ് റൗണ്ട് ഷേപ്പ് ടേബിളിൽ ചുറ്റും അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. ചെയർ കുറച്ചൊക്കെ വലിച്ചു ഇട്ടപ്പോഴേക്കും തളർന്നു. അപ്പോഴാണ് ടേബിളിന് അടിയിലേക്ക് എന്തോ വീണു കിടക്കുന്നത് അവൾ കണ്ടത്. എടുക്കാനായി അവൾ കുനിഞ്ഞു. ആദ്യം അവിടേക്ക് ആ സമയം ഡോർ തുറന്ന് എത്തി. ഒരു അരികിലായി കസേര വലിച്ചിട്ടിരുന്നു. ടേബിളിന്റെ അടിയിൽ കൂടി തൊട്ടടുത്തായി നടന്നു വന്ന ഷൂസും കാലുകളും കണ്ടവൾ സ്പീഡിൽ ഞെട്ടി എഴുന്നേറ്റു. പെട്ടെന്ന് എഴുന്നേറ്റതും ഇട്ടിരുന്ന ടോപ്പിന്റെ മുൻവശം ടേബിളിന്റെ അടിയിൽ എവിടെയോ കുടുങ്ങി. അത് ശ്രദ്ധിക്കാതെ വെപ്രാളത്തിൽ എഴുന്നേറ്റവൾ ആ സമയം ഇട്ടിരുന്ന ടോപ്പിന്റെ ഹുക്ക് ഭാഗം ഉടക്കി താഴേക്ക് നീളത്തിൽ കീറി. പെട്ടെന്നൊരു രൂപം താഴെ നിന്നും ഉയർന്നു വരുന്നത് കണ്ട ആദി ഞെട്ടി പിന്നോട്ട് റിവോൾവറിംഗ് ചെയറോടെ നീങ്ങി. രേണുക ടോപ്പ് കീറിയത് കണ്ട് വെപ്രാളത്തിൽ തിരിഞ്ഞു മാറാൻ തുടങ്ങി. പക്ഷേ അവൾ അവൻ്റെ മടിയിലേക്ക് അലച്ചു തല്ലി വീണു. ആക്കത്തോടെ വീണ അവളുടെ ഭാരം കാരണം ഒരു വല്ലാത്ത ശബ്ദം അവനിൽ നിന്നും ഉയർന്നു. അവരെ 2 പേരെയും വഹിച്ച് ചെയർ നിരങ്ങി നീങ്ങി ചുവരിൽ തട്ടി നിന്നു.
പെട്ടെന്ന് അവൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റവൾ അവനെ നോക്കി. സോറി സർ, സർ വരുന്നത് ഞാൻ കണ്ടില്ല. എന്തോ ടേബിളിൻ്റെ അടിയിൽ കിടക്കുന്നത് കണ്ട് നോക്കിയതാ. അവൾ വെപ്രാളത്തോടെ മുന്നിൽ കണ്ണടച്ചിരിക്കുന്നവൻ്റെ അരികിലേക്ക് വന്നു. ടോപ്പിൻ്റെ കാര്യം അവൾ അതിനിടയിൽ മറന്നു. കണ്ണുകൾ തുറന്നതും അവൻ്റെ നോട്ടം അറിയാതെ പെട്ടെന്ന് അവളുടെ നെഞ്ചിലായി തങ്ങി നിന്നു. അവളുടെ ഇന്നറും നെഞ്ചിൻ്റെ ഭാഗവും കീറിയ ഭാഗത്തു കൂടി കാണാം. കണ്ണുകൾ അടച്ചു അവൻ. ഏതോ ആണുങ്ങളുടെ ശബ്ദം വാതിലിനു മുന്നിൽ നിന്നും കേട്ടു. മീറ്റിങ്ങിന് വന്നവരാണ്. അവൻ മുന്നിൽ നിൽക്കുന്നവളുടെ കോല നോക്കി, തന്നെയും നോക്കി. സ്ഥലകാല ബോധം ഇല്ലാതെ നിൽപ്പുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വലിയ തൂണിന്റെ പിന്നിൽ പെട്ടെന്ന് അവൻ അവളെയും കൊണ്ട് മറിഞ്ഞു. എന്തോ ചോദിക്കാനാഞ്ഞ അവളുടെ വായുടെ മീതെ അവൻ കയ്യാൽ പൊതിഞ്ഞു. കണ്ണുകൊണ്ടും മിണ്ടരുതെന്ന് താക്കീത് കൊടുത്തു. മറു കയ്യാൽ അവൻ ഫോൺ എടുത്തു. പിന്നെ ദീപ്തിയെ വിളിക്കാൻ തുടങ്ങി. ദീപ്തി, ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആകും. ദേവിൻ്റെ റൂമിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അവൾ തിരികെ എന്തോ സംശയം ചോദിക്കാനു. ഡു വാട്ട് ഐ സേ. ദേഷ്യത്തിൽ അവൻ അലറി. മീറ്റിംഗ് റൂമിൽ അപ്പോഴേക്കും എല്ലാ പേരും എത്തി കസേരകൾ വലിച്ചിട്ടിരുന്നു. കാറ്റ് കടക്കാനാവാത്ത വിധം തന്നോട് ചേർന്നമർന്നു നിൽക്കുന്നവനെ കണ്ട് രേണുകയ്ക്ക് സ്വപ്നമാണ് ഓർമ്മ വന്നത്. അവൻ്റെ നഗ്നമായ കൈയുടെ സ്പർശനം നെഞ്ചിൽ പതിയുന്നതായി അറിഞ്ഞവൾ താഴേക്ക് നോക്കി. തൻ്റെ ഉടുപ്പ് താഴേക്ക് പിളർന്നു കീറി കിടപ്പുണ്ട്. ഇട്ടിരുന്ന ബ്രായുടെ പകുതി ഭാഗവും കാണാം. അവൻ കൈ ചേർത്ത് വാ പൊത്തിയിരിക്കുന്നത് ആ ഭാഗത്തു കൂടെയാണ്. അവൾ അവനെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. ആദ്യമാകട്ടെ കുറച്ചുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു. അവൻ്റെ കൈകൾ രാവിലത്തെ സ്വപ്നത്തിൽ കണ്ട കൈകളെ അവളെ ഓർമ്മിപ്പിച്ചു. അവൾ ആകെ ഞെട്ടി അവനെ നോക്കി. തൻ്റെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. തന്നെ മൊത്തത്തിൽ എന്തോ ഒരു പരവേശം ബാധിക്കുന്നതായി രേണുകയ്ക്ക് തോന്നി. ഗുഡ് ആഫ്റ്റർനൂൺ. ദീപ്തിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടവൾ ഞെട്ടി.